ഹലോ ഹായ് വെൽക്കം ടു ഓൾ. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ചെറിയൊരു റീഡിംഗ് ആയിരിക്കും. ഇതൊരു ജനറൽ ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ എനർജി എന്താണെന്നുള്ളത് നോക്കാം. ക്രൗൺ ചക്ര വന്നിട്ടുണ്ട്, ഹാർട്ട് ചക്ര വന്നിട്ടുണ്ട്, വെയിറ്റിംഗ് ഗെയിം വന്നിട്ടുണ്ട്, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് വന്നിട്ടുണ്ട്, സോളാർ പ്ലെക്സസ് ചക്ര. ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളത് ലൈറ്റ് ആണ്, ബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് എനിക്ക് കൂടുതലായിട്ടും ഇവിടെ ചക്രകളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് നിങ്ങളുടെ ചക്രാസുകളെല്ലാം തന്നെ ബ്ലോക്ക് ആയിട്ടുള്ള ഒരു എനർജിയാണ് ക്രൗൺ ചക്ര, സോളാർ പ്ലെക്സസ് ചക്ര, ഹാർട്ട് ചക്ര നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ബന്ധങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത ഒരു എനർജിയാണിത്. ആൻഡ് വെയിറ്റിംഗ് ഗെയിമും പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്ങും വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കൊരു ഓൺ ആൻഡ് ഓഫ് പോലെ ഫേസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അതായത് ചിലത് നിങ്ങൾക്ക് കിട്ടും, പക്ഷെങ്കിൽ ചിലത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ വരുന്നു പോകുന്നു, അതായത് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവില്ല. എപ്പോഴും ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പം അതിന് എനിക്ക് ഇവിടെ കാണുന്ന പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് എന്നുള്ളത് അത് നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാം ഒരു വെയിറ്റിംഗ് ഗെയിം പോലെ, അല്ലെങ്കിൽ എന്തിനും ഒരു റിസൾട്ട് ലേറ്റ് ആകുക, നിങ്ങൾ വിചാരിക്കാത്തതിനൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് റിസൾട്ട് കിട്ടുന്നില്ല, മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ലേറ്റ് ആയി പോവുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ലൈഫിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്ലാൻ എന്ന് പറയുമ്പം ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇവിടെ എങ്ങനെ പ്രവർത്തിക്കണം, നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, നിങ്ങൾ എന്തൊക്കെ ചേഞ്ചുകൾ നിങ്ങളുടെ ലൈഫിൽ വരുത്തണം എന്നൊക്കെയുള്ളതാണ്. ഓക്കെ, കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ബ്ലോക്ക് ഒന്നിലും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി തോന്നുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു ഓർഡറാണ്. നിങ്ങൾ ഈ ഒരു ഓർഡർ ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഒരു നിൽക്കാൻ പറ്റത്തുള്ളൂ, കാര്യം കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ലൈറ്റ് വരുമ്പം നിങ്ങൾക്കുള്ള അബണ്ടൻസ്, അതുപോലെ നിങ്ങൾക്ക് വരുന്ന ഭാഗ്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് നേടാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് വൈബ്രേഷൻസാണ്. പക്ഷെ ഇതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങളുടെ ചക്രകളാണ്. ഓക്കെ, ഇപ്പം 7 ചക്രകൾ ഉണ്ടാകും. അത് എല്ലാം തന്നെ എന്തായിരിക്കണം, ഫുൾ ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കണം. ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒന്ന് മാത്രം ആക്റ്റീവ് ആണ്, ഒന്ന് ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, അതായത് മനസ്സിലാക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് കരുതിയിട്ട് നല്ലതിനെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്, ചീത്തതിനെയാണോ മനസ്സിലാക്കുന്നത് എന്നൊരു ബോധം നിങ്ങൾക്ക് വേണം. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ ചക്രയും ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇവിടെ 3 ചക്രസുകളും ആക്റ്റീവ് അല്ലാതൊരു ബ്ലോക്ക് എനർജിയിലാണുള്ളത്. സോ മെഡിറ്റേഷൻ ചെയ്യുക, ചക്ര മെഡിറ്റേഷൻ ചെയ്യുക, പ്രാണായാമം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ബ്ലോക്ക് നിങ്ങൾ തന്നെയാണ്. പിന്നെ ചില കാര്യങ്ങളിൽ ബ്ലോക്ക് വരുന്നതിന്റെ റീസൺ അത് ബാലൻസ് ഇല്ലായ്മയാണ്. ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ഇമോഷണലി സ്റ്റേബിൾ ആകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ പെട്ടെന്ന് ബ്ലോക്ക് ആയി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങൾ. അപ്പൊ ഈ ബാലൻസ്, നിങ്ങൾക്ക് വേണ്ടത് ബാലൻസ് ആണ്. ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അത് ചുറ്റിനുമുള്ള ആളുകളായിക്കോട്ടെ, നിങ്ങൾക്ക് വരുന്ന ഫീലിങ്സ്, ഇമോഷൻസ് എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നിങ്ങൾക്കൊരു സങ്കടം വരുന്നുണ്ടെങ്കിൽ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഓക്കെ, ആ സങ്കടത്തിന്റെ റീസൺ എന്താണ്? ഇനിയിപ്പോൾ ആ ഒരു റീസൺ കാരണം, അല്ലെങ്കിൽ ആ സങ്കടം കാരണം എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താന്നുള്ളത് ഒരു കറക്റ്റ് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് പാസ്റ്റിനെ ചിന്തിച്ചിരുന്നിട്ടോ, ഡിപ്രഷൻ അടിച്ചിരുന്നിട്ടോ, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ആൻസൈറ്റി ഉണ്ടാക്കിയിട്ടോ ഒരു കാര്യമില്ല. പ്രസന്റ്ലി എന്താ നടക്കുന്നത് അതിലൊരു ക്ലാരിറ്റി നിങ്ങൾ സ്വയം കൊണ്ടുവരാം. ചിന്തിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ,
അതായത് ബാലൻസിനെയാണ് പറഞ്ഞു തരുന്നത്. ബാലൻസ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളുടെ ഇഷ്ടം എന്താണോ, അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കൂ ഈസി ആയിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും, നിങ്ങൾ എത്ര പ്രെയർ ചെയ്യുന്ന ഒരാളാണെങ്കിലും, നിങ്ങൾ എത്രയൊക്കെ നല്ലൊരാളാണെങ്കിലും, നിങ്ങൾ എന്തൊക്കെ എഫേർട്ട് ഇട്ടാലും, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതെല്ലാം ക്ലിയർ ചെയ്തെടുക്കുക നിങ്ങൾ. ഓക്കെ, രണ്ട് ഗൈഡൻസും കൂടി എടുത്തതാണ്. ഇറ്റ് ഹാസ് എൻഡഡ്. നിങ്ങളുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും എൻഡ് ആണ്, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പലതും നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യം എന്താണോ, പെയിൻഫുൾ നൽകുന്ന കാര്യങ്ങൾ എന്താണോ, അതൊക്കെ എൻഡ് ആണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇമോഷണലി ബാലൻസ്ഡ് ആകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല കാര്യം ബാലൻസ്ഡ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പലതും എന്താണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യണം, സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇപ്പം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ, ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, ഇമോഷണലി സ്റ്റേബിൾ ആകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ഡിപ്രഷൻ പോലെ ആയി പോകുന്നു, അതിൽ സ്റ്റക്കായി പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾക്ക് എന്താണ്, ബാക്കി എല്ലാ കാര്യത്തിലും ബ്ലോക്ക് വരുത്തുകയാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷെ അതിനെ കൊണ്ട് നിങ്ങൾക്ക് ആ കരഞ്ഞതിനെ കൊണ്ടോ, അല്ലെങ്കിൽ പാസ്റ്റിൽ പോയിരുന്ന് ആലോചിച്ചത് കൊണ്ടോ വേറെ എന്തെങ്കിലും നേടാനുണ്ടോ? ഒരിക്കലുമില്ല. അത് എൻ്റെ ആയൊരു കാര്യമാണെങ്കിൽ പ്രത്യേകിച്ചും അത് വരാനില്ല. ഓക്കെ, അപ്പൊ അത് അവിടെ ലെറ്റ് ഗോയാണ്. ആൻഡ് നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ടാലന്റുകൾ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഇപ്പൊ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് കുറവാണെന്നുള്ളതാണ്. സെൽഫ് കോൺഫിഡൻസ് കൊണ്ടുവരിക, ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ സെൽഫ് ഡൗട്ട് ചെയ്യാതിരിക്കുക, നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ള ഡൗട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക, ഒരു കോൺഫിഡൻറ്റ് കൊണ്ടുവരിക. ഏരിയസ് ആൻഡ് ജെമിനി ആണ് ഇവിടെ സോഡിയക് സൈൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ന്യൂമറോളജിക്കലി നമ്പർ നോക്കുന്ന സമയത്ത് എനിക്ക് 7 ആണ് ഓവറോൾ വന്നിട്ടുള്ളത്. ഓക്കെ, 7 എന്ന നമ്പറാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിട്ട് എടുക്കാം. 7 വീക്സ് ഓർ 7 ഡേയ്സ് ഓർ 7 മന്ത് ആണ്. ഇപ്പം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്കുള്ള നെഗറ്റീവ്സ് എല്ലാം ഇങ്ങനെ റിമൂവ് ചെയ്ത് ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാണ്, മെന്റൽ ക്ലാരിറ്റി കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ 7 മന്ത് എന്നുള്ളത് 7 ഡേയ്സിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ സോഡിയക് സൈൻ ഞാൻ പറഞ്ഞു, ഈ ഏരിയസ് ആൻഡ് ജെമിനി എന്നുള്ള ഈ സൈനുള്ള ആളുകൾക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആവുക. എങ്കിൽ പോലും കാണുന്ന ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ റെസനേറ്റ് ആവുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണ് സിറ്റുവേഷൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഗൈഡൻസുകൾ സ്വീകരിക്കുക, അതുപോലെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ.